ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറഞ്ഞ മസാലകളൊക്കെ വെച്ചിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ഞാൻ ഒരു 3/4 കിലോളം ചെമ്മീൻ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കുന്നവരെ നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചതച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 15 എണ്ണം ഇതേപോലെ തന്നെ നമ്മൾ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി എണ്ണം കൂടിയെന്ന് കരുതി കുഴപ്പമില്ല, അത് ടേസ്റ്റ് കൂടിയേ ഉള്ളൂ. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി 1.5 ടീസ്പൂൺ വലിയ ജീരകം, അത് ക്രഷ് ചെയ്തിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വലിയ കറിവേപ്പില ആയതുകൊണ്ട് ഞാനത് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് ചിരകിയ തേങ്ങയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഈ ചെമ്മീനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് ഒരു 1/2 മണിക്കൂറോളം ഇതൊന്ന് അടച്ചു വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ എൻ്റെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടായിട്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചെമ്മീൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ചെമ്മീൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ തീ മീഡിയം ഹീറ്റിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ ആ ചെമ്മീൻ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ തേങ്ങയും ഉള്ളികളൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരാൻ തുടങ്ങും. ഈ സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് കളറായിട്ട് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി ഫ്രൈ ആവാനുണ്ട്. തീ കൂടിക്കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിട്ടിട്ടുള്ള തേങ്ങയും മസാലകളും അതുപോലെ ഉള്ളികളും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ചെമ്മീൻ നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അധികം നേരമൊന്നും നമ്മൾ ഇത് കുക്ക് ചെയ്തിട്ടില്ല. ചെമ്മീൻ അധികം വേവില്ലാത്തതുകൊണ്ട് ആ ചെമ്മീൻ കുക്കാവുന്ന സമയം മാത്രമാണ് ബാക്കി തേങ്ങയും മസാലകളും ഒക്കെ നമ്മൾ വേവിച്ചിട്ടുള്ളൂ. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ടേസ്റ്റ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.